ഹലോ, വെൽക്കം ബാക്ക് ടു ലേണോളജി സിവിൽ സർവീസസ്. സോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ സിറ്റിസൺഷിപ്പ് നോക്കിയിരുന്നു. 5 to 11 ആർട്ടിക്കിൾസാണ് നമ്മൾ നോക്കിയിരുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നെക്സ്റ്റ് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളാണ്. ദറ്റ് ഈസ് 12 to 35 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ മൗലിക അവകാശങ്ങൾ, ദ റൈറ്റ്സ് ദാറ്റ് വി ആർ ക്ലെയിമിങ്, അല്ലേ? നമ്മൾ ചുറ്റും കേൾക്കുന്നതാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലേ? എനിക്ക് റൈറ്റ്സ് ഇല്ലേ, എനിക്ക് അവകാശങ്ങളില്ലേ എന്നൊക്കെ നമ്മളെപ്പോഴും സ്ഥിരം എല്ലാവരോടും നമ്മൾ പറയുന്നതാണ്, ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം വാട്ട് ഈസ് റൈറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് റൈറ്റ് എന്ന ഇതിലേക്ക് നമുക്ക് പോകാം. സോ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ അവകാശങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്. നാച്ചുറൽ റൈറ്റ്സ് ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, ലീഗൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്നിങ്ങനെ കുറേ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ എന്താണ് അവകാശങ്ങൾ? സോ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഫ്രീഡമാണ് അവകാശങ്ങൾ. സോ അത് നമ്മെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നു. സോ അതാണ് നാച്ചുറൽ റൈറ്റ്സ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നാച്ചുറൽ റൈറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നാം മനുഷ്യനായി ജനിച്ചത് കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നവയാണ് നാച്ചുറൽ റൈറ്റ്സ്. എക്സാമ്പിൾ, ജീവിക്കാനുള്ള അവകാശവും ഫ്രീഡവും ഒക്കെ നാച്ചുറൽ റൈറ്റ്സിൽ പെടുന്നതാണ്. ദെൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പം മനുഷ്യൻ്റെ അന്തസ്സിനും സമാധാനപരമായ ജീവിതത്തിനും ഏറ്റവും ആവശ്യമുള്ള സാധനം, അല്ലേ? അതാണിപ്പം നമുക്ക് റിലീജിയൻ, മതസ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമ്മൾ വിചാരണ ചെയ്യപ്പെടുമ്പോൾ നീതി ലഭിക്കാനുള്ള അവകാശം, നിയമപരമായ അവകാശങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിൽ നമ്മൾ പെടുന്നത്. ദെൻ ലീഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത് രാജ്യത്തെ നിയമങ്ങളോ ഭരണഘടന ഉണ്ടാക്കുന്ന നിയമങ്ങളോ അതനുസരിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. എക്സാമ്പിൾ, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, അല്ലെങ്കിൽ പേറ്റൻറ്റ് അവകാശം, ഇതൊക്കെയാണ് നമ്മൾ ലീഗൽ റൈറ്റ്സിൽ പെടുന്നത്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്ന അവകാശങ്ങളുണ്ട്. സോ ഇതിൽ നമ്മുടെ മൗലിക അവകാശം, ദറ്റ് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇതൊക്കെ ഉണ്ട്. സോ പൗരന്മാരുടെ രാഷ്ട്രീയത്തിൻ്റെയും അവകാശമാണ്. സോ നെക്സ്റ്റ് റൈറ്റാണ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും പൊതുസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവയാണിത്. വോട്ട് ചെയ്യാനോ പൊതുസ്ഥാനം വഹിക്കാനോ ഉള്ള അവകാശം ഇതിലാണ് ഉൾപ്പെടുത്തുന്നത്. സോ ഇത് സമൂഹത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മൾ കുറേ റൈറ്റ്സ് നമുക്കുണ്ട്. ഇനി എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ മൗലിക അവകാശങ്ങൾ എന്നും വിളിക്കാറുണ്ട്. സോ എന്തുകൊണ്ട് അവയ്ക്ക് ആ പേര് വന്നു? ഓക്കെ, എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? സോ ഇവിടെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവയെ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ,
സോ ദ ഫസ്റ്റ് റീസൺ, ഒന്നാമത്തെ റീസൺ സി, അവ നമ്മുടെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ദ ഫസ്റ്റ് റീസൺ ഇവിടെ പറയുന്നത്. ദെൻ ഇനി സെക്കൻഡ് റീസൺ, അവയ്ക്ക് കോടതിയുടെ സംരക്ഷണമുണ്ട്. ദറ്റ് ഈസ് ജസ്റ്റീഷ്യബിൾ. കോടതിയിൽ നമുക്ക് പോയി വാദിച്ചാൽ നമുക്കത് ഉറപ്പായിട്ടും കിട്ടുന്ന സാധനമാണ്. അവ അത് ലംഘിക്കപ്പെട്ടാൽ നമുക്ക് നേരിട്ട് കോടതിയിൽ പോകാം എന്നുള്ളത് കൊണ്ടാണ് അത് വരുന്നത്. അപ്പം ഇത് രണ്ട് റീസൺസ് കൊണ്ടാണ് അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ ഓക്കെ ദെൻ ഇവ എവിടെ നിന്ന് ആണ് പ്രചോദനം, ഇൻഫ്ലുവൻസ്ഡ് ആയത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, എവിടെ നിന്നാണിത് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ചിന്തകളിൽ നിന്ന്, ലൈക്ക് നെഹ്റു റിപ്പോർട്ടുണ്ട് 1931 കറാച്ചി സമ്മേളനത്തിലുള്ള, ദെൻ അമേരിക്കയുടെ ഭരണഘടനയിലെ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ആക്ച്വലി നമ്മൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ ഒരു സാധനം എന്തായിരുന്നു അത്, ഐ തിങ്ക് പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരുന്നു, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പ്രിയാമ്പിൾ എവിടെ നിന്നാണ് നമ്മൾ എടുത്തത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ ഇതും ഫണ്ടമെൻ്റൽ റൈറ്റ്സും നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും വരുന്നത്. സോ ബേസിക്കലി നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നോക്കിക്കേ, അപ്പം ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്ന കാലത്ത്, ലൈക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സമയത്ത് 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പോൾ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഇപ്പം നിലവിൽ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതിലേതാണ് പോയതെന്ന് ചോദിച്ചാൽ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ് നമുക്ക് പോയത്. ഓക്കെ, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന സാധനം ഡിലീറ്റായി. എന്നിട്ട് അതെന്ത് ചെയ്തു, 1978 44th അമെൻമെൻറ്റ് ആക്റ്റിൽ നിന്ന് എന്താണ്, അതൊരു ലീഗൽ റൈറ്റ് അല്ല, സോറി, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ലീഗൽ റൈറ്റ് തന്നെയാണ്. ഓക്കെ, ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. ഇപ്പോൾ ആർട്ടിക്കിൾ 300A അതുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ അമെൻമെൻറ്റ് ആക്ട്സ് ഒക്കെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഒരു അമെൻമെൻറ്റ് നമ്മൾ നോക്കിയായിരുന്നു, ഐ തിങ്ക് 42nd അമെൻമെൻറ്റ് ആക്ട് 1976 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങൾ ചെക്ക് ചെയ്യുക, കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പം ഈ അമെൻമെൻറ്റ് ആക്ട്സ് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, കാരണം അത് എന്താണ് മാച്ച് ദ ഫോളോയിങ്സിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഉണ്ട് അമെൻമെൻറ്റ് ആക്ടിൻ്റെയൊക്കെ. അപ്പം നേരത്തെ നമ്മളൊന്ന് പഠിച്ചു, ഇത് രണ്ടാമത്തെ അമെൻമെൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. 44th അമെൻമെൻറ്റ് ആക്ട് 1978 പ്രോപ്പർട്ടി റൈറ്റ് ആയിരുന്നു, അത് ലീഗൽ റൈറ്റ് ആയി. അപ്പോൾ അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. ആർട്ടിക്കിൾ 300A പാർട്ട് 12 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണത് മാറ്റിയത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ബാക്കി റൈറ്റ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ് മറ്റ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? സോ ഫസ്റ്റ് വൺ, അതിനകത്ത് കാണുന്ന പോലെ തന്നെ റൈറ്റ് ടു ഈക്വാളിറ്റി. അപ്പം ലൈക്ക് എപ്പോഴും ഞാൻ കാണാറുണ്ട്, ലൈക്ക് എന്താണ്, എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ചെടുക്കാനൊക്കെ. ബട്ട് സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, സോ റൈറ്റ് ടു ഈക്വാളിറ്റി എന്താണ്, ആർട്ടിക്കിൾ 14 to 18 അല്ലേ? ഓക്കെ, ദെൻ രണ്ടാമത്തത് റൈറ്റ് ടു ഫ്രീഡം, അത് ആർട്ടിക്കിൾ 19 to 22. പിന്നെയുള്ളത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആർട്ടിക്കിൾ 23 തൊട്ട് 20. 2 ആർട്ടിക്കിൾസ് മാത്രമേ നമുക്ക് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഉള്ളൂ. ദെൻ റൈറ്റ് ടു ഫ്രീഡം 25 to 28.
പിന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് വരുന്നുണ്ട് 29-30. പിന്നെ ലാസ്റ്റ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32. ഓക്കെ, അപ്പം എന്നിങ്ങനെയാണ് നമുക്ക് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് സാധനമാണ്. ഇത് നമ്മൾ ഭയങ്കരമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഇത് ഭയങ്കര മോശമായ കാര്യങ്ങളാണ്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെ നമുക്കുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഇതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആർക്കൊക്കെ കിട്ടും? സോ ചില അവകാശങ്ങൾ ഇന്ത്യയിലെ സിറ്റിസൺസിന് മാത്രമുള്ളതാണ്. എന്നാൽ മറ്റ് ചിലത് വിദേശികൾ കമ്പനികൾക്കും ഉൾപ്പെടെ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. സോ ഇത് ആർക്കെതിരെയാണ് ഉപയോഗിക്കാം? സോ ഭൂരിഭാഗം അവകാശങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഗവൺമെൻറ്റിൻ്റെയോ തെറ്റായ നടപടികൾക്കെതിരെയാണ് നാം ഉപയോഗിക്കുന്നത്. സോ എന്നാൽ എന്തെങ്കിലും വ്യക്തികളാണ് നമ്മുടെ അവകാശങ്ങൾ തടസ്സപ്പെടുത്തുന്നതെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പേരിൽ നേരിട്ട് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. സോ സാധാരണ നിയമപരമായ വഴികളേ ഉള്ളൂ. ഓക്കെ, അതാണ് ദ ഫസ്റ്റ് സാധനം ഞാൻ പറയുന്നത്. സോ അതാണ്. ദെൻ അവകാശങ്ങളുടെ ആ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചില അവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിന് കടിഞ്ഞാൽ ഇടുന്നവയാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം. സോ എന്നാൽ മറ്റ് ചിലത് പൗരന്മാർക്ക് പ്രത്യേക സൗകര്യങ്ങളും മുൻഗണനകളും നൽകുന്നവയാണ്. സോ അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആണ് അതിൻ്റെ നേച്ചർ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അമെൻഡബിലിറ്റി, അതിനെ തിരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ഇത് ചോദിക്കുന്നത്. സോ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭയങ്കര ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ മാറ്റം വരാത്ത രീതിയിൽ പാർലമെൻറ്റിൻ്റെ ഭരണഘടനാ ഭേദഗതിയിൽ ഇവയിൽ മാറ്റങ്ങൾ വരുത്തുകയോ റദ്ദാക്കുകയോ ചെയ്യാം. ഓക്കെ, കുറച്ച് സാധനങ്ങൾ നമുക്ക് ചെയ്യാം. അടുത്തത് ജസ്റ്റീഷ്യബിൾ എന്ന് പറയുന്ന അറിയാമല്ലോ, കോടതിയെ സമീപിക്കാം. സോ ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ ആരെങ്കിലും തടഞ്ഞാൽ ആ വ്യക്തിക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ വരെ പോകാനുള്ള ഇത് ഉണ്ട്. ഓക്കെ, ഇനി കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഉള്ളതെന്ന് നോക്കാം. സോ ഈ അവകാശങ്ങൾക്ക് ആർക്കും തോന്നും വിധം എവിടെയും എക്സ്പ്രസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമില്ല. സോ രാജ്യത്തിൻ്റെ സുരക്ഷതയും സമാധാനവും മുൻനിർത്തി ഗവൺമെൻറ്റിൽ ഇതിൽ ന്യായമായ നിയന്ത്രണങ്ങൾ വരുത്താം. ഓക്കെ, ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നും പറഞ്ഞ് മറ്റുള്ളവർക്ക് തെറി വിളിക്കാനുള്ള അവകാശം ഇല്ല, അല്ലേ? അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ തെറി വിളിക്കാൻ പറ്റുമോ? ഇല്ല. സോ അങ്ങനത്തെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ദെൻ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എമർജൻസി കേസസിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് സോ രാജ്യത്തിപ്പം അടിയന്തരാവസ്ഥ വന്നു, അപ്പോൾ ഈ അവകാശങ്ങൾ താൽക്കാലികമായി റദ്ദാക്കപ്പെടും. എന്നാൽ ആർട്ടിക്കിൾ 20-യും 21-ഉം നിലനിൽക്കും. ബാക്കിയെല്ലാം, കാരണം അത് റൈറ്റ് ടു ലൈഫാണ്, ജീവിക്കാനും അങ്ങനത്തെ ഒരു റൈറ്റ് ടു ലൈഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണും. ബാക്കിയുള്ളതെല്ലാം സസ്പെൻഡ് ചെയ്യപ്പെടും. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഷുഡ് ഏബിൾ ടു നോ. സോ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അവൈലബിൾ ആർക്കൊക്കെ അവൈലബിൾ ആണ് ആൻഡ് അവൈലബിൾ അഗെയിൻസ്റ്റ്. പിന്നെ നേച്ചർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അമെൻഡബിലിറ്റി ഉണ്ട്, ജസ്റ്റീഷ്യബിൾ ആണ്, റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, ആൻഡ് എപ്പോഴാണ് ഈ സാധനം സസ്പെൻഡ് ആകാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ 12-ഉം 13-ഉം എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം 14 തൊട്ടല്ലേ റൈറ്റ് ടു ഈക്വാളിറ്റി. ഓക്കെ,
സോ ആർട്ടിക്കിൾ 12 ബേസിക്കലി എന്താണ് സ്റ്റേറ്റ് എന്നതിൻ്റെ ഡെഫിനേഷൻ. പ്ലീസ് റിമെമ്പർ, സ്റ്റേറ്റിൻ്റെ അർത്ഥം ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിനുള്ളിലെ സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനത്തിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്റ്റേറ്റുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അപ്പം നമുക്ക് നോക്കാം. സോ ഇവിടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരണകൂടം എന്നത് വളരെ വിശാലമായ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമനിർമ്മാണ സഭകളും എക്സിക്യൂട്ടീവുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടാതെ ലൈക്ക് LIC, ONGC, SCIL പോലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇതിൽ പെടും. സെൻറ്റർ പെടും, പ്രൈവറ്റ് ബോഡീസ് ഒക്കെ പെടും. അതുപോലെ തന്നെ ഇനിയും വരുന്നുണ്ട് ലൈക്ക് പിന്നെന്താ ഓക്കെ, അവയുടെ നിയമപരമായ അല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ഇത് ബാധകമാകുന്നത്. സോ ഒരു സ്വകാര്യ സ്ഥാപനമോ ഏജൻസിയോ ഗവൺമെൻറ്റിൻ്റെ ഒരു കൈയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതും ഈ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പരിധിയിൽ വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് 12. ആർട്ടിക്കിൾ 12 ഇതാണ് പറയുന്നത്. ഇപ്പോൾ സെൻറ്ററുണ്ട്, നമ്മുടെ സെൻറ്ററും സ്റ്റേറ്റും ഉണ്ട്, യൂണിയൻ വരും, ലോക്കൽ അതോറിറ്റീസ് വരും, എല്ലാം ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്റ്റേറ്റ് എന്നായിരിക്കും വിളിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു ചുരുക്ക അർത്ഥം. ഓക്കെ, അപ്പോൾ അതായിരുന്നു 12. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്താണ്, എന്തൊക്കെയാണ് സ്റ്റേറ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദെൻ വി ഹാവ് ആർട്ടിക്കിൾ 13. സോ എന്താണ് ആർട്ടിക്കിൾ 13? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ആർട്ടിക്കിൾ 13. സോ മൗലിക അവകാശങ്ങൾക്ക് എതിരായ നിയമങ്ങൾ, അതിൻ്റെ നിയമസാധ്യതയാണ് ഇവിടെ പറയുന്നത്. സോ ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വരുന്നത് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ അതിനുശേഷം ഗവൺമെൻറ് നിർമ്മിക്കുന്നതോ ആയ ഏതെങ്കിലും നിയമങ്ങൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾ അത്രയും ഭാഗം അസാധുവായി മാറിപ്പോകും. ഓക്കെ, അതായത് ഇപ്പം ഞാൻ പറയാം, മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് മുന്നേ കുറേ നിയമങ്ങളുണ്ടായിരുന്നു, ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള കുറേ നിയമങ്ങളുണ്ടായിരുന്നു നമ്മുടെ ഇതിൽ. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പം വേറൊരു സംഭവമാവുക. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം എന്തായി പോവാണ്, അസാധുവായി പോയിട്ട് പുതിയ ലോസ് ആൻഡ് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത് എന്താണ് നിയമം, വാട്ട് ഈസ് ലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നിയമം എന്നാൽ എന്താണ്. ഓർഡിനൻസുകളെ, ദെൻ ഉത്തരവുകളെ, ദെൻ ദെൻ നിയമങ്ങൾ, നോട്ടിഫിക്കേഷനുകൾ, ആചാരങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം എന്താണ്, കുറച്ച് അമെൻഡബിൾ, തിരുത്തുന്ന കാര്യങ്ങൾ ഈ ആർട്ടിക്കിളിൽ ബാധകം അല്ല. ഓക്കെ, അപ്പം ഇതിനകത്ത് തിരുത്താനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 13 പ്രധാന 2 കാര്യങ്ങളാണ് എന്താണ്, ഈ ഒരു 4 കാര്യങ്ങളാണ്. ലൈക്ക് ഡോക്ട്രൈൻ ഓഫ് എക്ലിപ്സ്, ഡോക്ട്രൈൻ ഓഫ് സെവിയറബിലിറ്റി, ഡോക്ട്രൈൻ ഓഫ് വെയ്വർ, ഡോക്ട്രൈൻ ഓഫ് പ്രോസ്പെറിറ്റി ഓവർ റൂളിംഗ്. ഈ 4 കാര്യങ്ങളാണ് ആക്ച്വലി ഉള്ളത്. അപ്പം നമുക്ക് എന്താണോ ഒന്നൊന്നാന്ന് നോക്കാം. ഡോക്ട്രൈൻ ഓഫ് എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഗ്രഹണ സിദ്ധാന്തം. അപ്പം ഭരണഘടന നിലവിൽ വരുന്നത് മുൻപുള്ള പഴയൊരു നിയമം മൗലിക അവകാശത്തിന് എതിരാണെങ്കിൽ എന്ത് ചെയ്യും, ആ നിയമം പൂർണ്ണമായി ഇല്ലാതാക്കില്ല. പ്രകാരം അതിൻ്റെ മേലിൽ ഒരു ഗ്രഹണം ബാധിച്ചതുപോലെ എന്ന് നിശ്ചലമായി കിടക്കും. നാളെ മൗലിക അവകാശങ്ങൾ മാറുന്നതിനനുസരിച്ച് ആ നിയമം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയേക്കാം. ഓക്കെ, സോ എക്സാമ്പിൾ പറഞ്ഞാൽ